BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഹമദ് രാജാവ് അടക്കം അറബ് നേതാക്കൾക്ക് ചൈന അറബ് സ്റ്റേറ്റ് കോർപ്പറേഷൻ ഫോറത്തിന്റെ മന്ത്രിതല സമ്മേളനത്തിലേക്ക് ക്ഷണം. മെയ് 28 മുതൽ ജൂൺ 1 വരെയാണ് ചൈനയിൽ സമ്മേളനം നടക്കുന്നത്. ഹമദ് രാജാവ്, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, ടുണീഷ്യൻ പ്രസിഡന്റ് കൈസ് സയ്യിദ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ചൈന അറബ് സ്റ്റേറ്റ്സ് കോർപ്പറേഷൻ ഫോറത്തിന്റെ 10ാമത് മന്ത്രിതല സമ്മേളനമാണ് നടക്കുന്നതെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഹുവ ചുനിങ് അറിയിച്ചു. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം ഉപയോഗിച്ച യാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ മാസം ഗണ്യമായ വർധന. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ മാസം 7,47,964 യാത്രക്കാർ യാത്ര ചെയ്തു. ഇത് മുൻവർഷം ഏപ്രിലിനെ അപേക്ഷിച്ച് കൂടുതലാണ്. 3,75,000-ലധികം പേർ ബഹ്റൈനിലേക്ക് വന്നപ്പോൾ 3,72,000-ലധികം പേർ ഇവിടെ നിന്നും യാത്ര ചെയ്തു. കോവിഡ് കാലത്തിന് മുൻപുള്ള നിരക്കിലേക്ക് യാത്രക്കാരുടെ എണ്ണം എത്തിയെന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അബുദാബിയിലേക്കും ഷാർജയിലേക്കുമാണ് ഏറ്റവും അധികം പേർ യാത്ര ചെയ്തത്. ഇവരുടെ എണ്ണം 71,000 കടന്നു. മുൻ ഏപ്രിലിനെ അപേക്ഷിച്ച് 37% വർധനയാണിത്. മസ്കറ്റിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം 16,000 ആണ്. 36% വർദ്ധിച്ചു. റിയാദും കുവൈറ്റ് സിറ്റിയും യഥാക്രമം 50,000, 31,000 യാത്രക്കാരുമായി വളർച്ച രേഖപ്പെടുത്തി. യഥാക്രമം 33%, 17% എന്നിങ്ങനെയാണ് വർധന. ബഹ്റൈൻ വിമാനത്താവളം കഴിഞ്ഞ മാസം ഓപ്പറേറ്റ് ചെയ്തത് 7,950 വിമാന സർവീസുകളാണ്. 39,000 ട്രാൻസിറ്റിംഗ് വിമാനങ്ങളും കൈകാര്യം ചെയ്തു. എയർപോർട്ട് വഴി 11,000 ടണ്ണിലധികം കാർഗോ എത്തി. 6,000 ടണ്ണിലധികം കാർഗോ അയക്കുകയും ചെയ്തു. രാജ്യത്തെ ട്രാവൽ ആൻഡ് ടൂറിസം വ്യവസായം കുതിച്ചു കയറുന്നു എന്നതിന്റെ സൂചനയാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവെന്നാണ് വിലയിരുത്തൽ. ഈദ് അവധിക്കാണ് യാത്രക്കാർ കൂട്ടമായി എത്തിയത്. പ്രാദേശിക യാത്ര, ചരക്ക് ഗതാഗതം എന്നീ മേഖലകളിൽ വിമാനത്താവളത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതായി സ്ഥിതിവിവര കണക്കുകൾ സ്ഥിരീകരിക്കുന്നു. വാഹനാപകടത്തെ തുടർന്ന് 2 വാഹനങ്ങളുടെയും ഡ്രൈവർമാർ തമ്മിലുള്ള തർക്കം അടിപിടിയിൽ കലാശിച്ചതിനെ തുടർന്ന് പ്രതിക്ക് 1 മാസം തടവും 500 ദിനാർ പിഴയും വിധിച്ചു. ഇതിൽ നിന്ന് വരികയായിരുന്ന പരാതിക്കാരന്റെ വാഹനത്തിൽ എതിർകക്ഷിയുടെ വാഹനം ഇടിക്കുകയായിരുന്നു. വാഹനം പരിശോധിക്കാനായി ഇറങ്ങി വന്നയുടൻ ഇയാൾ മറ്റേയാളുടെ നേരെ ആക്ഷേപം ചൊരിയുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തത്. ബഹ്റൈൻ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രവർത്തന വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവാസി വിധവ പെൻഷൻ വിതരണം ആരംഭിച്ചു. ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ 15 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച സ്നേഹസ്പർശം പ്രവാസി പെൻഷനും സ്നേഹപൂർവ്വം സഹോദരിക്ക് വിധവ പെൻഷനും ആദ്യഘട്ടം നൽകുന്നത് 50 പേർക്കാണ്. പുതിയ 50 ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് മണ്ഡലം കമ്മിറ്റികൾ വഴി സ്വീകരിച്ച് 100 പേർക്കുള്ള വിതരണമാണ് 2ാം ഘട്ടത്തിൽ നടക്കുക. 2024-25 വർഷത്തെ വിതരണ ഉദ്ഘാടനം പാണക്കാട് നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. KMCC ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പൻപൊയിൽ, ജനറൽ സെക്രട്ടറി PK ഇസ്ഹാഖ്, ട്രഷറർ സുബാർ കളത്തിക്കണ്ടി, സംസ്ഥാന സെക്രട്ടറി ഷരീഫ് വില്യപ്പള്ളി, ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് ഷാഫി വേളം, മൊയ്തീൻ പേരാമ്പ്ര, ബാലുശ്ശേരി മണ്ഡലം സെക്രട്ടറി റസാഖ് കായണ്ണ, കുറ്റ്യാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് കുഞ്ഞഹമ്മദ് ചാലിൽ, അനാറത്ത് ഹമീദ് ഹാജി എന്നിവർ സന്നിഹിതരായിരുന്നു. 30 വർഷത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന ഷിബു ഇബ്രാഹിമിന് സിറോ മലബാർ സൊസൈറ്റി യാത്രയയപ്പ് നൽകി. സൽമാനിയ സിംസ് ഓഫീസിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് ചടങ്ങിൽ സിംസ് പ്രസിഡന്റ് ഷാജിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സിബിൻ കുര്യാക്കോസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജീവൻ ചാക്കോ നന്ദിയും പറഞ്ഞു. 2011-12 കാലഘട്ടത്തിൽ സിംസ് ട്രഷററായി പ്രവർത്തിച്ച ഷിബുവിന് സംഭാവനകൾക്ക് ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസ അറിയിക്കുകയും ചെയ്തു. സിറോ മലബാർ സൊസൈറ്റി ഉപഹാരം ചടങ്ങിൽ വെച്ച് ഷിബു ഇബ്രാഹിമിന് കൈമാറി. സിംസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സിജു ആന്റണി, ജെയ്മിൻ തട്ടയിൽ, രതീഷ് സെബാസ്റ്റ്യൻ എന്നിവർക്കൊപ്പം മുൻ ഭാരവാഹികളും സീനിയർ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം പുതിയ പദവിയിൽ അവരോധിക്കാനാണ് തീരുമാനം. നിലവിൽ ഉദയനിധി സ്റ്റാലിൻ കായിക യുവജന ക്ഷേമ മന്ത്രിയും DMK യുവജന വിഭാഗം സെക്രട്ടറിയുമാണ്. 2006-11 കാലയളവിൽ അന്നത്തെ മുഖ്യമന്ത്രി M കരുണാനിധി മകൻ സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയിരുന്നു. അന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന നടപടി സംഘടനാ തലത്തിലും ഭരണത്തിലും സ്റ്റാലിന്റെ പിൻഗാമി
ഉദയനിധിയാണെന്ന് പരോക്ഷ പ്രഖ്യാപനം നടത്തുന്നതിന് തുല്യമാണ്. നടൻ വിജയ് പുതിയ പാർട്ടി രൂപവൽക്കരിച്ച് രാഷ്ട്രീയത്തിലിറങ്ങുന്ന സാഹചര്യത്തിൽ ഉദയനിധിയെ DMKയുടെ മുന്നണി പോരാളിയായി മുൻനിർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് നിപ വൈറസിനെ ചെറുക്കാൻ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രതിരോധ പ്രവർത്തനത്തിന് ആരോഗ്യവകുപ്പ് വർഷം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും നിപ വ്യാപന സാധ്യതയുള്ള മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചാണ് കലണ്ടർ തയ്യാറാക്കുക. മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നീ വകുപ്പുകളുമായി സഹകരിച്ചാകും പ്രവർത്തനങ്ങൾ. കോഴിക്കോട്, വയനാട്, ഇടുക്കി, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ വവ്വാലുകളിൽ നിപ വൈറസിന്റെ ആന്റിബോഡി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ജാഗ്രത ശക്തമാക്കുന്നത്. ഈ ജില്ലകളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി അവബോധ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കും. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് പ്രത്യേകം ശ്രദ്ധയൂന്നുന്നത്. ഈ ജില്ലകളിൽ സെപ്റ്റംബർ മാസം വരെ ക്യാമ്പയിൻ അടിസ്ഥാനത്തിൽ നിപ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. നിപ പ്രതിരോധത്തിന് വർഷം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും കലണ്ടറിലുണ്ട്. പനി, തലവേദന, അകാരണമായ ശ്വാസമുട്ടൽ, മസ്തിഷ്ക ജ്വരം എന്നിവയുമായി ആശുപത്രികളിൽ എത്തുന്നതുവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശം. കാരണം ഉറപ്പുവരുന്നതിന് മുൻപ് മരണമുണ്ടായാലും റിപ്പോർട്ട് ചെയ്യണം. രോഗലക്ഷണങ്ങളിൽ സംശയമുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ റഫർ ചെയ്യണം. ശ്വാസകോശ സംബന്ധമായ കേസുകൾ ഓഡിറ്റ് ചെയ്യണം. മസ്തിഷ്ക ജ്വരം കേസുകളിൽ ഡെത്ത് ഓഡിറ്റ് നടത്തണം. കോഴിക്കോട്ട് ഏറ്റവും അവസാനമുണ്ടായ നിപ ബാധയിൽ കണ്ടെത്തിയ വൈറസുകൾ 97% 2018-ലും 19-ലും 2021-ലും ഉണ്ടായതിന് സമാനമാണെന്നാണ് ICMRയുടെ റിപ്പോർട്ട്. നിപ വൈറസിന് ജനിതക വകഭേദം ഉണ്ടായിട്ടില്ലെന്നാണ് ഇത് അടിവരയിടുന്നത്. നടി ആക്രമണ കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് A. ബദ്രുദ്ദീൻ പിന്മാറി. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണം അന്വേഷിച്ച പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും കോടതി മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷണത്തിൽ ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ട് നടിയാണ് ഹർജി നൽകിയത്. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ നൽകിയ ഹർജിയിൽ ജില്ലാ സെഷൻസ് ജഡ്ജി അന്വേഷിക്കാൻ ജസ്റ്റിസ് K. ബാബു ഉത്തരവിട്ടിരുന്നു. തുടർന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M. വർഗീസ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകി. ഇത് പ്രതിഭാഗത്തിന് സഹായകരമാകുന്നതാണെന്നും റദ്ദാക്കണമെന്നുമാണ് നടിയുടെ ആവശ്യം. പോലീസിന്റെയോ വിദഗ്ധരുടെയോ സഹായം തേടാതെ അന്വേഷണം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി. യുവനടിയുടെ പരാതിയിൽ ചലച്ചിത്ര സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പീഡനക്കേസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചെന്ന പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തത്. നടിയുടെ വിശദമൊഴി പോലീസ് രേഖപ്പെടുത്തി. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തും സൗഹൃദം നടിച്ചും കഴിഞ്ഞ ജനുവരിക്കും ഏപ്രിലും ഇടയിലുള്ള കാലയളവിൽ നെടുമ്പാശ്ശേരിയിലടക്കം വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചതായി കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ നടിയുടെ പരാതിയിൽ പറയുന്നു. സിറ്റി പോലീസിന് നൽകിയ പരാതിയിൽ പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാൽ പരാതി ലഭിച്ചതായോ കേസെടുത്തതായോ നെടുമ്പാശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം അടുത്ത സൗഹൃദമുണ്ടായിരുന്ന നടിയുമായി വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ച് യാത്ര നടത്തിയിട്ടുണ്ടെന്നും പിന്നീട് താൻ സൗഹൃദത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള വൈരാഗ്യം മൂലമാകാം പരാതി നൽകിയതുമെന്നാണ് ഒമർ ലുലുവിന്റെ വിശദീകരണം. ഒമർ ലുലുവിനെ പോലീസ് വൈകാതെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതുകൂടാതെ തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മെയ് 31 കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് നേരത്തെയുള്ള പ്രവചനം. തുടർന്ന് വടക്കോട്ട് സഞ്ചരിച്ച് ജൂലൈ 15 രാജ്യത്താകെ വ്യാപിക്കും. കേരളത്തിൽ കാലവർഷം എത്തുന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ കാലവർഷത്തിന്റെ പുരോഗതി നിർണ്ണയിക്കുന്നത്. ഉത്തരേന്ത്യയിൽ കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാലവർഷത്തിന്റെ കടന്നുവരവിന് ഏറെ പ്രാധാന്യമുണ്ട്. തെക്കൻ കേരളത്തിൽ പലയിടത്തും കനത്ത മഴ തുടരുകയാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.